എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. സിദ്ധേട്ടനും കൂടി കേൾക്കേണ്ട കാര്യ. അതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറയും. വേറൊന്നുമല്ല, നമ്മുടെ ഡിവോഴ്സിനെ കുറിച്ച്. ഇനി ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതല്ല സിദ്ധേട്ട, പ്രേമിച്ച് എന്തായാലും ഇവിടെ ഇല്ല. ഞാനും കൂടി പോയാ നിങ്ങളും 3 ആണുങ്ങൾ മാത്രമായിട്ട് മാറില്ലേ? മാറിക്കോട്ടെ, അതിന് നിനക്കെന്താ? അല്ല, നിങ്ങളുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവതാളത്തിലാവില്ലേ? ആ പേടി എന്തായാലും നിനക്ക് വേണ്ട. നീ ഇവിടെ ഉണ്ടാവുമ്പോഴാ എല്ലാം അവതാളത്തിലാവുന്നത്. ഭക്ഷണം മാത്രമല്ല, ജീവിതം പോലും. നീ പോയാ ഈ വീട് പിന്നെ നന്നാവും. എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? നമുക്ക് പഴയതെല്ലാം മറക്കാം സിദ്ധേട്ട, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം. ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കും. സിദ്ധയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലൊരു ഭാര്യ. നിനക്ക് അങ്ങനെ ഒരിക്കലും നല്ലൊരു ഭാര്യ ആവാൻ പറ്റില്ല. പഴയതൊക്കെ മറക്കണമെന്ന് നീ പറഞ്ഞല്ലോ. എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? കല്യാണ ദിവസം തന്നെ താലി പൊട്ടിച്ചെന്റെ മുഖത്തേക്ക് എറിഞ്ഞത് ഞാൻ മറക്കണോ? ഒരു തെറ്റും ചെയ്യാത്ത പാവം എന്റെ ചേച്ചിയെ കള്ളക്കേസ് കൊടുത്ത് ജയിലിലാക്കിയത് ഞാൻ മറക്കണോ? ആരുമില്ലാത്ത നേരത്ത് ആ വിഷ്ണു എന്ന് പറയുന്നവന്റെ കൂടെ ഇവിടെ ചെലവഴിച്ചത് ഞാൻ മറക്കണോ? ഏറ്റവും ഒടുവില് എന്റെ ചേച്ചിയെ കാണാതായപ്പോ അതിൽ നീ സന്തോഷിച്ചത് ഞാൻ മറക്കണോ? പറയടി, മറക്കണോന്ന്. അതൊക്കെ മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം. പുതിയൊരു ജീവിതം തുടങ്ങാന്ന് എത്ര നിസ്സാരമായിട്ടാ നീ അത് പറഞ്ഞത്. എടി, എന്റെ മനസ്സിലിപ്പോഴും ഒരേ ഒരാളെ ഉള്ളൂ. അത് ദേവികയാ. അവളായിരിക്കും ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്. ദേവികയുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അത് നീ പ്രതീക്ഷിക്കാൻ വേണ്ട. അതുകൊണ്ട് മേലാൽ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ സമ്മതം തരാതിരിക്കരുത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. എവിടെ തിരിഞ്ഞാലും പ്രേമയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം. അമൃതന്റെ വീട്ടിൽ പോയാൽ പ്രേമയെ മറക്കാൻ പറ്റുമോ? അതില്ല. പിന്നെന്തിനാ പോകുന്നേ? മോനെ, നീ ഇവിടെ തന്നെ വേണം. ആരും എങ്ങോട്ടും പോകുന്നില്ല. പ്രേമ തിരിച്ചു വരും മോനെ. ഇത്രയും ദിവസമായില്ലേ, ഒരു വിവരം പോലും ഇല്ല. അതാ ഞാൻ. മോനെ, നിന്നെ ബലമായി പിടിച്ചു നിർത്താനൊന്നും എനിക്ക് പറ്റില്ലെന്നറിയാലോ. പോണമെന്നാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ വയ്ക്കോ. പക്ഷെ അതോടെ പെട്ടുപോകുന്നത് ഞാനായിരിക്കും. മോനെ, നീ ഇവിടെ ഉള്ളതാ ഇപ്പൊ എനിക്കൊരാശ്വാസം. നീ പോയാൽ ഞാൻ തനിച്ചാവും. കുഞ്ഞളിയനില്ലേ അച്ഛാ? എല്ലാരും ഉണ്ട്. അതൊന്നും പക്ഷേ നിനക്ക് പകരമാവില്ലല്ലോ. ഞാൻ ഒരിക്കൽ പോലും എന്റെ മരുമകനായിട്ടല്ല നിന്നെ കണ്ടിരിക്കുന്നത്, എന്റെ മകനായിട്ടാ. അങ്ങനെയുള്ള നീ പോയാല് പോണ്ടെന്നേ ഞാൻ പറയും. ഇനിയല്ല, നിന്റെ ഇഷ്ടം. ഇല്ല അച്ഛാ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ കാരണം നിങ്ങളാരും വിഷമിക്കണ്ട. ഒന്നും മാറി നിൽക്കണമെന്ന് തോന്നി പറഞ്ഞു.